അക്കൗണ്ടൻ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ആ ബിസിനസ്സിന് പുറത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അക്കൗണ്ടൻ്റ്. അപ്പം ബിസിനസ്സിൻ്റെ മൊത്തം കാര്യങ്ങൾ ആ അക്കൗണ്ടൻ്റ് അറിയായിരിക്കും. അപ്പം ഞാൻ കൂടുതൽ സമയവും ഈ കണക്കുകൾ നോക്കുന്നത് കൂടാതെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്പറുകൾക്കപ്പുറം കച്ചവടം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചത്. കേൾക്കുന്ന കച്ചവടക്കാർക്ക് ഉള്ള അഡ്വൈസ് അല്ല, കേൾക്കുന്ന അക്കൗണ്ടന്റുമാർക്കുള്ള അഡ്വൈസ് ആണ്. അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അത്ര ചെറുതല്ല എന്ന് മനസ്സിലാക്കിയോ. കാരണം അക്കൗണ്ടൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ അക്കൗണ്ടൻസിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളൊക്കെ അക്കൗണ്ടന്റ് എന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ കമ്പനിയുടെ ഏതോ ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ എന്നാണ് കരുതുന്നത്. എന്നാൽ അജ്നാസ് പറയുന്നത് ഒരു അക്കൗണ്ടന്റിനെയും ചെറുതായി കാണരുത്. എന്തുകൊണ്ടാണ്? ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ A to Z കാര്യങ്ങൾ, ഒരു ബിസിനസിൻ്റെ കസ്റ്റോഡിയനാണ് അക്കൗണ്ടൻ്റ്. അതായത് ആ ബിസിനസ്സിൻ്റെ എല്ലാ സംഗതികളും ഓൺ ചെയ്യുന്നത് ഈ അക്കൗണ്ടൻ്റാണ്. അയാളാണ് പുറത്തു നിന്നുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. അക്കൗണ്ടൻ്റ് ഈസ് എ കസ്റ്റോഡിയൻ ഓഫ് എവറി അസറ്റ്സ്. അക്കൗണ്ടൻ്റ് ഈസ് ലയബിൾ ടു ആൻസർ ഫോർ എനിത്തിങ്. നമ്മൾ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് ആണ്. അതായത് ഇന്നലെ നടന്ന അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ചെയ്യുന്നത്. ഈ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മളൊരു മാസത്തെ ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, P&L ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ട് എന്തുകൊണ്ട് നഷ്ടം സംഭവിച്ചു, എന്തുകൊണ്ട് ലാഭം ഉണ്ടായി, എന്തുകൊണ്ട് ലാഭം കുറഞ്ഞു, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഈ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ചെറുതായി കാണരുത്. അപ്പോൾ ഈ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ അക്കൗണ്ടൻസി ഒരു ചെറിയ പണിയല്ല, അക്കൗണ്ടന്മാർ ചെറുതല്ല. കേൾക്കുന്ന ബിസിനസ്സുകാരാണ് പരിഗണിക്കണം അല്ലേ അക്കൗണ്ടൻസിനെ? തീർച്ചയായും അവർക്ക് അവരുടെ ഒരു എഫേർട്ട് വളരെ വലുതാണ്. എനിക്കറിയാം. കാരണം പ്രത്യേകിച്ച് UAE മാർക്കറ്റിൽ ക്രെഡിറ്റ് സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ റിസീവബിൾ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു വലിയ ഹെഡേക്ക്. കാരണം അയാൾ പൈസ കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും അതേ ആള് റിസീവബിൾ വളരെ അഗ്രസീവായിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് പേയബിൾസ് ഉണ്ട്. തീർച്ചയായും. അപ്പം ഈ റിസീവബിൾ കിട്ടിയാലേ പേ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പൊ ഈ കൊടുക്കേണ്ടവരും വാങ്ങേണ്ടവനും ഒരാൾ തന്നെ. പല കമ്പനിക്കും ഇവിടെ റിസീവബിളും പേയബിളും രണ്ടുപേരൊന്നും അല്ല. അതെ, ഒരാൾ തന്നെയാണ്. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരാളായിരുന്നു. ഞാൻ ഒരാളിൽ തുടങ്ങിയത് 4-5 ആളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരാൾ തന്നെ ഈ രണ്ട് കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇടങ്ങേറ് എനിക്കറിയാം. കാര്യം ഞാനും കൺസൾട്ടൻസി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലയൻസിനെ ഇത്തരം വിഷയമായിട്ട് ഇടപെടാറുണ്ട്. അപ്പം ഒരാൾ തന്നെ റിസീവ് ചെയ്യാനും ഒരാൾ തന്നെ പേ ചെയ്യാനും നിൽക്കുമ്പോൾ ഇപ്പം പേ ചെയ്യുന്നിടത്ത് നമ്മൾ അയാളെ സമാധാനിപ്പിക്കുകയും തരാം എന്ന് പറയുകയും കിട്ടേണ്ടടുത്തും നമ്മൾ അഗ്രസീവ് ആവുകയും ചെയ്യണം. അപ്പം ഒരു മനുഷ്യൻ നാഗവല്ലി ആവണം, ഡ്യുവൽ പേഴ്സണാലിറ്റി ആവണം അല്ലേ? ഡ്യുവൽ പേഴ്സണാലിറ്റിയിൽ നിൽക്കണം. ഒരിടത്ത് തരാടാ എന്ന് പറയും, ഒരിടത്ത് താടാ എന്ന് പറയണം. അപ്പം ഈ രണ്ട് കാര്യവും പലപ്പോഴും പല കമ്പനിയിലും ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായും. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് റിക്രൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റിനെ നിയമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും മിസ്സായി പോകുന്ന പലതും ചിലപ്പം എനിക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാനൊരു അക്കൗണ്ടന്റ് ആയതുകൊണ്ട് നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ വെക്കും. പക്ഷെ അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു അക്കൗണ്ടന്റിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുടക്കം മുതലുള്ള കണക്കുകൾ കൃത്യമായിട്ട് വെക്കാൻ ഒരു അക്കൗണ്ടിങ് പേഴ്സണെ വെക്കുക, പിന്നീട് അതൊരു ഡിപ്പാർട്ട്മെന്റായി മാറ്റുക എന്നതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ബിസിനസ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആയത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, പണമിടപാട് നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. ആയത്തുൽ ദൈൻ എന്ന് പറയും. അതായത് പണമിടപാട് നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും ചിട്ടകളും സമ്പ്രദായവും ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ആയത്തുൽ ദൈനിൽ പറയുന്നത്. അപ്പം രണ്ട് വ്യക്തികൾ തമ്മിലാകുമ്പോൾ എങ്ങനെ, അതൊരു ഒരു കച്ചവടമാകുമ്പോൾ എങ്ങനെ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലാണ് പലപ്പോഴും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത്. അതെ. കച്ചവടക്കാരനായ അജ്നാസിനോട് ഞാനത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. തീർച്ചയായും ഇല്ല. അല്ല, കാരണം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പല പ്രവാസികളും അനുഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക അച്ചടക്കവും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. തീർച്ചയായും. അപ്പം ഞാൻ തന്നെ പരാജയപ്പെട്ടു പോയത് ഞാൻ ഇന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആ ബ്ലെയിം ഞാൻ എടുക്കും. ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഒരു പ്ലാനിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വരികയും അത് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷനും
അത് കാരണം പിന്നീട് അങ്ങോട്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ചെന്ന് പെടാറുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ നമ്മൾ അവിടെ എത്തിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുക, അക്കൗണ്ടൻ്റാണ്.